നഗരവഴികളിലെ തിരക്കിനിടയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. നിയമങ്ങൾ കർശനമായി നിലനിൽക്കുമ്പോഴും റോഡുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. വാഹനങ്ങൾ നിയമം തെറ്റിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് നിയമം പാലിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥ. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനാണ് സീബ്ര ലൈനുകൾ ഉള്ളത്. സീബ്ര ലൈനുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് അടുത്തിടെ പരിശോധനയും ശക്തമാക്കിയിരുന്നു. പക്ഷേ തലസ്ഥാനത്ത് പലയിടങ്ങളിലും സീബ്ര ലൈനുകൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഉള്ളതാകട്ടെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലുമാണ്. നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിലെല്ലാം സ്ഥിതി ഇതാണ്. തമ്പാനൂർ, കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര, ഓവർബ്രിഡ്ജ് തുടങ്ങി സുപ്രധാന ഇടങ്ങളിൽ സീബ്ര ലൈനുകൾ കാണാനേയില്ല. റോഡ് മുറിച്ചു കടക്കാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ, വാഹനയാത്രക്കാരന്റെ കനിവിനായി കാത്തുനിൽക്കേണ്ട ദുരവസ്ഥയാണ്. സ്കൂളുകളും യാത്രക്കാരും ടൂറിസ്റ്റുകളും ഹോസ്പിറ്റല് എല്ലാം തിങ്ങി നിറങ്ങിയ സ്ഥലമാണ്. അപകടം ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കിഴക്കേക്കോട്ടയിലെ ഈ സീബ്ര ലൈൻ കൂടി കണ്ടു നോക്കൂ. കാൽനടക്കാരെ തടസ്സപ്പെടുത്തി KSRTCയുടെ ബാരിക്കേഡുകൾ. റോഡ് പകുതി മുറിച്ചു കടന്ന് ബാരിക്കേഡ് അവസാനിക്കുന്നിടത്ത് നടന്നെത്തി വേണം ബാക്കി കുറുകെ കടക്കാൻ. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതി വടിയെടുത്തതോടെയാണ് MVD ഉണർന്നത്. നിയമലംഘനങ്ങൾക്ക് 2000 രൂപ പിഴയും ലൈസൻസ് റദ്ദാക്കലുമാണ് ശിക്ഷ. നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനൊപ്പം നിയമം പാലിക്കാൻ സൗകര്യമൊരുക്കേണ്ടതും അധികൃതരുടെ ചുമതലയാണ്. സീബ്ര ലൈനുകൾ മാഞ്ഞു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം മാഞ്ഞു പോവുകയാണ്. റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.